വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ അതിന്റെ പ്രാധാന്യം ഒട്ടും ചോർന്നു പോകാൻ അനുവദിക്കാതെ അവതരിപ്പിക്കുന്ന പുസ്തകമാണ് നിഖിലേഷ് മേനോന്റെ ഹനനം. പരസ്പരം ഒരു ബന്ധവുമില്ലാതെ രണ്ട് സമാന്തര രേഖകളിലൂടെ എന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് കഥകൾ. അതാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. ആദ്യത്തേത് കലൂർ മെട്രോ സ്റ്റേഷനിൽ കാണപ്പെടുന്ന അജ്ഞാത മൃതദേഹവുമായി ബന്ധപ്പെട്ടതാണ്. മൃതദേഹത്തിന്റെ ഐഡന്റിറ്റി തിരിച്ചറിയാൻ വേണ്ടി പോലീസുകാർ പരക്കം പായുന്നു. മൃതദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സഞ്ചിയിൽ നിന്ന് ലഭിക്കുന്നത് 2 പുസ്തകങ്ങളും കുറച്ച് ബില്ലുകളും മാത്രമാണ്. ആ ബില്ലുകളെല്ലാം തന്നെ നഗരത്തിലെ പ്രശസ്തമായ ബ്രൈറ്റ് എന്ന പേരിലുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റോറിലേതാണ്. സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനെ കടയുടമ തിരിച്ചറിഞ്ഞേക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി കടയുടമയായ അനുരൂപിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. എന്നാൽ അനുരൂപിൽ നിന്നും കൂടുതലായി യാതൊരു വിവരങ്ങളും നേടാൻ പോലീസിന് സാധിക്കുന്നില്ല. പത്രമാധ്യമങ്ങളിൽ വാർത്ത നൽകിക്കൊണ്ട് അജ്ഞാതനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ നടത്തുന്ന ശ്രമവും പരാജയപ്പെടുന്നു. ഈ സമയത്താണ് മരിച്ച വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ജോണിനെ തേടിയെത്തുന്നത്. അതുവരെ സ്വാഭാവിക മരണം എന്ന് കരുതിയിരുന്നത് ഒരു കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ തെളിയുന്നു. അതോടെ കേസിന്റെ ഗതി മാറുകയാണ്. രണ്ടാമത്തെ കഥ നടക്കുന്നത് ഒരു പള്ളിപ്പറമ്പിലാണ്. സ്ഥലത്തെ പ്രധാനപ്പെട്ട ഒരു തല്ലിപ്പൊളിയായിരുന്ന രാജപ്പൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മൃതദേഹം പെരുന്നാൾ കൂടാനെത്തിയ ശോശാമ പള്ളി പരിസരത്ത് കാണുന്നതോടെ അവിടെയും ഒരു കൊലപാതകത്തിന്റെ അന്വേഷണം ആരംഭിക്കുന്നു. ആദ്യത്തെ കൊലപാതകത്തിന്റെ പശ്ചാത്തലം ലോക്ക്ഡൌൺ കഴിഞ്ഞുള്ള എറണാകുളമാണെങ്കിൽ രണ്ടാമത്തെ കഥയിൽ വരുന്നത് കുറച്ചും കൂടി പഴയ ഒരു കാലഘട്ടമാണ്. വിവരണത്തിലും ആളുകളുടെ സംഭാഷണത്തിലും ഒക്കെ ആ വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എഴുത്തുകാരൻ സമർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ ഏറ്റവും ആകർഷണീയമായി എനിക്ക് തോന്നിയ വസ്തുതയും ഭാഷയിൽ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു വലിയ വ്യത്യാസം തന്നെയാണ്. പരസ്പരം ഒരു ബന്ധവുമില്ലെന്ന് തോന്നിപ്പിക്കുന്ന ഈ 2 സംഭവങ്ങളെയും കഥാകാരൻ വളരെ ഭംഗിയായി തന്നെയാണ് കഥാന്ത്യത്തിൽ ഒരുമിപ്പിക്കുന്നത്. ഗർഭകാലത്ത് ഒരു സ്ത്രീ നേരിടേണ്ടി വരുന്ന ശാരീരികമായ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. മാനസികമായ മാറ്റങ്ങളെക്കുറിച്ചും പല ചർച്ചകളിലും നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഭീകരമാണെന്നും തീവ്രമാണെന്നും കൃത്യമായ സമയത്ത് വൈദ്യസഹായം ലഭിക്കാതിരിക്കുന്നത് എത്ര വലിയ ഭവിഷ്യത്തുകളിലേക്ക് നയിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ പുസ്തകം വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടേണ്ട ഒരു പുസ്തകമാണ് ഇതെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ സ്ഥിരമായി പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും വല്ലപ്പോഴും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിരിക്കേണ്ട പുസ്തകമാണിത്. കാരണം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഈ പുസ്തകത്തിലൂടെ എഴുത്തുകാരൻ കൈകാര്യം ചെയ്യുന്നത്.